തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവു ശിക്ഷയ്ക്ക് വിധിച്ച നോബൽ ജേതാവ് മുഹമ്മദ് യൂനുസ്. രാജ്യത്തെ രണ്ടാമത്തെ വലിയ കാർ കമ്പനിയായ ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ബോളിവുഡ് താരം ദീപിക പദുക്കോൺ. PJ ആന്റണിയുടെ സ്മരണയ്ക്ക് ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ ഹ്രസ്വ സിനിമാ മത്സരത്തിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ വേണുഗോപാൽ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആയി നിയമിതയായത് S. ശ്രീകല. കളിയരങ്ങിൽ സ്ത്രീവേഷങ്ങളെ അനശ്വരമാക്കിയ മഹാനടന്റെ ആത്മകഥ സ്ത്രൈണം. കോട്ടയ്ക്കൽ ശിവരാമൻ. ഡോക്ടർ NP വിജയകൃഷ്ണൻ. അയോധ്യ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം തെരഞ്ഞെടുത്തു. ശില്പി യോഗിരാജ് അരുൺ, മൈസൂരു. 2024 ജനുവരിയിൽ നാവികസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി. സുൽത്താൻ അൽ നയാദി ഇനി UAE യുവജനകാര്യ മന്ത്രി. ചരിത്രം കുറിച്ച് ഇന്ത്യ. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തി. വിജയവാർത്ത അറിയിച്ച് പ്രധാനമന്ത്രി. 2024 ജനുവരിയിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ജർമ്മൻ നടൻ ക്രിസ്ത്യൻ ഒലിവർ. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതോടെ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം മാലിദ്വീപ്.